എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആണെങ്കിൽ അടുത്ത ഫൈറ്റിന് കളത്തിലേക്ക് കയറുകയാണ്. ഗോഹാൻ പറയും തീരുമാനം അത് ഉടനെ ഉണ്ടാവും. ഈ ഒരു യുദ്ധം അത് നടക്കാൻ പോവാണ്. മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനെ നോക്കും. ഓ നീയാണോ ഞാനുമായിട്ട് ആദ്യം ഫൈറ്റ് ചെയ്യാൻ കടന്നു വരുന്നത്? ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. നീ എന്നോട് അവസാനമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരുന്നു നല്ലത്. അതാവുമ്പോ കുറച്ച് കളർഫുൾ ആയിരിക്കും. അതിന് ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അങ്ങനെയാണോ നിന്റെ അഭിപ്രായം? സത്യത്തിൽ എനിക്കിതിന്റെ പവർ എന്താണെന്ന് അറിയണമെന്നുണ്ട്. നമുക്ക് ഏറ്റുമുട്ടിയ എന്റെ പവർ നിനക്കും നിന്റെ പവർ എനിക്കും മനസ്സിലാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചീച്ചിയും അവളുടെ പപ്പയും നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ടി-വിയിൽ ഈ ഒരു ഫൈറ്റിംഗ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും, സെയ്റ്റൻ തോറ്റതിനു ശേഷം ഇപ്പൊ ചിടങ്ങു പിള്ളേര് ഫൈറ്റ് ചെയ്യാനായിട്ട് കയറിയിരിക്കുകയാണ്. അവർക്ക് അവരെടുത്തു വെച്ചിരിക്കുന്ന ആ റിസ്ക് അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. സെയ്റ്റാൻ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? ആ കുട്ടികൾ ശരിക്കും പൊട്ടന്മാരാണ്. എന്തോ കളിയാണെന്ന് കരുതിയാണ് അവരിപ്പോൾ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത്. എന്നെ കൊണ്ട് 5 സെക്കൻഡെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞു. അവരൊരു സെക്കൻഡ് പോലും അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാല് സ്ലിപ്പായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിലും കൂടുതൽ സമയം ഞാൻ അവിടെ പിടിച്ചു നിന്നേനെ. എന്തായാലും എന്റെ കുട്ടികൾക്ക് ഇവരെ കഴിഞ്ഞ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. ഇവര് മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ മരിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ പരിഹസിക്കും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഗോക്കുവിനെ നോക്കും. നിന്റെ മറച്ചു വെച്ചിരിക്കുന്ന ആ വലിയ പവർ അത് ഞങ്ങൾക്ക് കാണിച്ചതാ. ഇവിടെ മാർഷൽ ആർട്സ് മാനും ഹൻസം ബോയും അവർ രണ്ടുപേരും കൺഫ്യൂസ്ഡായി പരസ്പരം നോക്കും. ഗോക്കു വളരെയധികം റിലാക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അവന്റെ മുഖത്ത് യാതൊരു ടെൻഷനും ഇല്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് നമുക്ക് ആരംഭിക്കാമെന്ന് പറയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവനാണെങ്കിൽ ഗോക്കുവിന്റെ പഞ്ചുകളെല്ലാം ഒഴിഞ്ഞു മാറും. പക്ഷെ നമ്മുടെ ഗോക്കു വിട്ടുകൊടുക്കാതെ ഇപ്പൊ മോൺസ്റ്ററിന്റെ പഞ്ച് തെറിപ്പിക്കും. അവൻ ദൂരേക്ക് അങ്ങനെ തെറിച്ചുപോയി താഴെ വീഴാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർ ചുറ്റുമുള്ളവരും എല്ലാവരും അത്ഭുതത്തോടു കൂടെ അത് നോക്കും. പക്ഷെ നിലത്ത് പതിക്കുന്നതിന് മുൻപ് തന്നെ അവനെ കൺട്രോൾ ചെയ്ത് ആ വേദിയിലേക്ക് കടന്നു വരും. എന്തുപറ്റി? നീ 1 സെക്കൻഡ് ജയിച്ചു എന്ന് കരുതിയോ? അതിന് ഗോക്കു പറയും, ഒരിക്കലുമില്ല. നിന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതിന് ആ മോൺസ്റ്റർ പറയും, അതെ, ഇതെന്റെ വെറും ഒരു വാമ്പ് മാത്രമാണ്. യഥാർത്ഥ പോരാട്ടം അത് ഇനിയും തുടങ്ങിയിട്ടില്ല. നിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അതിന് ആ മോൺസ്റ്റർ പറയും, നിനക്ക് ഇത്രയും തിടുക്കമായോ എന്റെ യഥാർത്ഥ പവർ കാണാനായിട്ട്? ഉറപ്പായാലും നിന്നെ ഞാൻ കാണിച്ചു തരും. എനിക്കും അറിയാം ഇന്ന് നിന്റെ യഥാർത്ഥ പവർ ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്ന്. നമ്മൾ രണ്ടുപേരും അത് സർപ്രൈസ് ആയിട്ട് ഉള്ളിൽ തന്നെ ഒതുക്കിയിരിക്കുകയാണ്. നീ ഒരു സയാം വംശജനല്ലേ, അതിന്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും നീ കാത്തു സൂക്ഷിക്കുന്നു പറഞ്ഞ് ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിന് നേർക്ക് വന്ന് രണ്ടുപേരും വീണ്ടും പൊരിഞ്ഞു പോരാട്ടം. ഗോക്കു ആണെങ്കിൽ അവനെ മുകളിലേക്ക് ചവിട്ടി തെറിപ്പിച്ച് അമേഹാമേ പവർ ഇത് അവന് നേരെ ഉപയോഗിക്കും. അവനാണെങ്കിൽ ആ പവറിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെട്ട് താഴേക്ക് വരികയാണ്. ഗോഹാനാണെങ്കിൽ ടെൻഷനാവും. അച്ഛൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ വജീച്ച ആണെങ്കിൽ തീർത്തു പറയും, അവർ രണ്ടുപേരുടെയും പവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പുറത്തെടുക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ ഫൈറ്റ് കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഓ നോ, എല്ലാ ചരിത്രങ്ങളും തിരുത്തി കുറിച്ച് എല്ലാവരുടെ തെറ്റിദ്ധാരണയും മാറ്റി അവനിപ്പോ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണ്. മിസ്റ്റർ സൈതാൻ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സൈതാൻ ആണെങ്കിൽ ആദ്യം അത് കേട്ട് തലയൊക്കെ ചൊറിയും. നിങ്ങളിത് കാണുന്നില്ലേ, അവൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചത്ര നന്നായിട്ട് അവൻ ചെയ്തിട്ടില്ല. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനെ തന്നെ നോക്കും. ഞാൻ കരുതിയതുപോലെ ഇവൻ അത്ര നിസ്സാരക്കാരനല്ല. ഞാൻ വളരെയധികം ശ്രദ്ധയോടുകൂടെ വേണം ഇവനോട് ഫൈറ്റ് ചെയ്യാൻ. ഇവിടെ ഗോകുവും അവന്റെ പവർ ഏകദേശം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവൻ വളരെയധികം പവർഫുൾ ആണ്. ഞാൻ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ഇവനോട് ഏറ്റുമുട്ടാൻ എന്ന് പറഞ്ഞ് രണ്ടുപേരും കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. യുദ്ധം അത് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും പവർ അത് പുറത്തെടുത്ത് കഴിഞ്ഞു. ഗോകു ആണെങ്കിൽ ഞൊട്ടിയടയില് അവൻ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്യും. അത് കണ്ട് ഇപ്പൊ സൂപ്പർ ഹീറോ പയ്യൻ, അതെ, ഇതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഓരോരുത്തരും ഇപ്പൊ ഗോകുവിന്റെ പവർ കണ്ട് ഞെട്ടും. ഓ നോ, ഇത്രയും വലിയൊരു പവർ, ഇത്രയും വലിയൊരു സ്ട്രെങ്ത് അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ ആ പവർ കണ്ട് കുറച്ച് അസൂയ തോന്നും. അവനാണെങ്കിൽ ഉച്ചത്തിൽ കാക്കറോട്ട് എന്ന് വിളിക്കും. അവരെ ഞെട്ടിച്ച് ഗോക്കു ആണെങ്കിൽ റെഡ് കളറിൽ ഒരു വലിയ പവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഗോളോ ആണെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിച്ച് അവിടെ മുഴുവൻ ആ പവർ അത് സ്പ്രെഡ് ആവും. ആ പവറിൽ നമ്മുടെ ആൾക്കാരും ചുറ്റുമുള്ളവരെല്ലാവരും അങ്ങനെ ദൂരേക്ക് പോവാണ്. ആങ്കർ ആണെങ്കിൽ അവന്റെ ഗ്ലാസുകളൊക്കെ തുടച്ച് ഇപ്പൊ ഗോകുവിനെ തന്നെ നോക്കും. ആ ചെറിയ പയ്യൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വമ്പിച്ച പ്രകടനം അത് കാഴ്ചവെച്ചിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ നിന്ന് വലിയൊരു പവർ അത് പുറത്തേക്ക് വന്നു. മാത്രമല്ല അവന്റെ ചുറ്റും ആ ഷോക്ക് വേവ്സ് അതിപ്പോ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരായിരിക്കും ആ പയ്യൻ? ആ പയ്യനെ കൊണ്ട് ആ മോൺസ്റ്ററിനെ തകർക്കാനായിട്ട് കഴിയോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവന് പറ്റിയൊരു കോമ്പറ്റീറ്റർ തന്നെയാണ് ആ ഒരു പയ്യൻ. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ മോൺസ്റ്ററിനെ കാണിക്കും. അവനാണെങ്കിൽ ഗോകുവിനെ നോക്കി ഹായ് ആയിട്ട് നിൽക്കും. അതിനുശേഷം അവന്റെ പവർ അത് റിലീസ് ചെയ്യാണ്. അത് തീമിന്നൽ പോലെ ഓരോ ഭാഗത്തേക്ക് തെറിച്ച് അങ്ങനെ ജ്വലിച്ചു നിൽക്കും. നമ്മുടെ ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലാവും, ഗോകുവിനെ പോലെ ഇപ്പൊ ആ മോൺസ്റ്ററും അവന്റെ ഫുൾ പവറിലേക്ക് വന്നിരിക്കുകയാണ്. അവനാണെങ്കിൽ അടിച്ചു പറയും,
അച്ഛാ, ഒരു കാരണവശാലും അവനെ ജയിക്കാനായിട്ട് അനുവദിക്കരുത്. അവനെ ഇല്ലാതാക്കണം. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ അവനെ തീർത്ത് കളയണം. രണ്ടുപേരുടെയും പവർ അങ്ങനെ തീ പോലെ നിൽക്കുമ്പോൾ ഗോക്കു ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പോരാട്ടം അത് ആരംഭിച്ചാലോ? അതിന് ഗോക്കു ആടി വന്ന് അവനെ പിടിച്ചു വലിച്ച് ഓറഞ്ചും പൊളച്ച് പഞ്ച് ചെയ്യാണ്. ഇവിടെ ആ മോൺസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതെ, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു ഭാഗത്ത് മാത്രം നല്ല പവർഫുൾ ആയ കോമ്പറ്റീറ്റർ ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. നീ വന്നപ്പോ അത് ഈക്വൽ ആയെന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഗോക്കുവിന്റെ റിയൽ ഫോമും പവറും കണ്ട് ഷോക്കാവും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ അത്ഭുതപ്പെടും. ഇത്രയും പവറുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വെജീറ്റയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യ അസൂയയും 10 മടങ്ങാവും. കാക്കറോട്ട്, അവൻ വീണ്ടും എന്നെ ചതിച്ചു. അവന് ഒരുപാട് പവറുണ്ട്. ഇപ്പൊ രണ്ടുപേരും ഇപ്പം മിന്നൽ വേഗതയില് സ്കൈയിലും നിലത്ത് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ക്യാമറമാനോട് ചോദിക്കും, നീ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ലേ? അതിനവൻ പറയും, ഉണ്ട്. ആ മൈക്ക് വീണ്ടും സെയ്ത്താന് നേരെ നീട്ടും. ഇത്തരത്തിൽ വലിയൊരു പെർഫോമൻസ് അത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയും, ഇതൊന്നും അത്ര വലിയ സംഭവമല്ല. ഗോക്കു ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ നോക്കും. അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവന്റെ 4 ക്ലൗൺസുകളെ ചുറ്റും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ആ ക്ലൗൺസുകൾ ഓരോന്നായിട്ട് ഇപ്പോൾ ഓരോ ഭാഗത്തേക്ക് പോയി ഗോക്കുവിനെ റൗണ്ട് ചെയ്യും. മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ വിളിച്ചു പറയും, ഇത് ഫൗളാണ്. ആ 4 പേര് ചേർന്ന് ഇപ്പൊ ഗോക്കുവിനെ ഓരോ ഭാഗത്തു നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവറ്റകളുടെ അറ്റാക്കിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഹാൻസം ബോയോട് പറയും, ഒരാള് അവരുടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പവർ അത് പകുതിയായിട്ട് കുറയും. പക്ഷേ പവറിന് ഇതുവരെ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോഴും 4 ഭാഗത്ത് നിന്ന് ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗോക്കു ആ പവറിൽ പെട്ടുപോകാതെ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ ഒന്നുവിടാതെ അവന്റെ പിന്നാലെ വരുന്ന സമയത്ത് ഗോക്കു ആറഞ്ചും പുറഞ്ചും ഓരോന്നുകളെയായി തല്ലി തല്ലി താഴേക്കിടും. ഇടികിട്ടി പഞ്ചറായ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും അവന്റെ ആ പഴയ ഫോമിലേക്ക് വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഹായ് ആയിട്ട് വരുന്നത് കണ്ട ആ ഒരു മോൺസ്റ്റർ അവൻ ബ്ലേഡ് പവർ ഉപയോഗിച്ച് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യും. ഗോക്കു ആണെങ്കിൽ അതിലൊന്നും പെടാതെ ഓരോ ഭാഗത്തേക്ക് തെന്നി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണെങ്കിൽ നല്ല സ്പീഡിൽ അവന്റെ പിന്നാലെ വരും. പക്ഷെ ഗോക്കു അവൻ ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ആ ഫ്രീസയിൽ നിന്ന് പഠിച്ച വലിയൊരു പവറാണെന്ന് പറഞ്ഞ് രണ്ടാമതൊരു ബ്ലേഡ് കൂടെ അവന് നേരെ കറക്കി എറിയും. ഗോക്കുവിനോട് കടന്നു പോവും. പക്ഷെ അവനാണെങ്കിൽ ഇൻവിസിബിളായി ആ ഒരു പവറിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, നീ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ച പവർ കൊണ്ട് തോൽപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ പവർ തന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ കാമേ പവർ അത് ഉപയോഗിക്കും. ഗോക്കു ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ഒരു കാരണവശാലും നീ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിന്റെ ഫുൾ പവറിൽ കാമേ പവർ ഉപയോഗിച്ച ഈ ഒരു ഗ്രഹം തന്നെ നശിക്കും. പക്ഷെ അവനാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ വീണ്ടും ആ പവർ ക്രിയേറ്റ് ചെയ്യാണ്. ഗോക്കു ആണെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. ആ ഒരു അത്ഭുതപ്പെട്ട് ഗോക്കുവിനെ നോക്കും, നീ എങ്ങനെയാണ് ആ പവർ ഡൈവേർട്ട് ചെയ്തത്? അതിന് ഗോക്കു പറയും, ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ അതുപയോഗിച്ചാണ് ഞാനത് ഡൈവേർട്ട് ചെയ്തത്. ഗോക്കു, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഏത് ഗ്രഹം നശിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീണ്ടും അവൻ ഗോക്കു ആയിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബാളം. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.